കഴിഞ്ഞിട്ടും ലാസ്റ്റ് ബെഞ്ചിലിരുന്ന ആ ഒരു അനുഭവം മിസ്സാകുന്നവരുണ്ടോ? എനിക്കുണ്ട്. ഞാൻ എപ്പോഴും ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ടീച്ചേഴ്സ് എപ്പോഴും നമ്മൾ ബാക്ക് ബെഞ്ചിലാണ്. ഈ ബാക്ക് ബെഞ്ചിലിരിക്കുന്നവർ പൊതുവേ ലേസിയാണെന്നൊക്കെ പറയും. പക്ഷേ പഠിക്കേണ്ടവർക്ക് പഠിക്കാം. ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ എല്ലാ മെമ്മറിയും കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ലാസ്റ്റ് ബെഞ്ചിലിരുന്നവരാണ്. ലാസ്റ്റ് ബെഞ്ച് എല്ലാവരും പഠിക്കത്തില്ല, അല്ലെങ്കിൽ കുരുത്തക്കേട് കാണിക്കുന്നവരാണ് ഈ ലാസ്റ്റ് ഇരിക്കുന്നതെന്നാണ് പൊതുവേ ഒരു പറച്ചിൽ. അത് കുറച്ചൊക്കെ ശരിയാണ്. ടീച്ചർ ടോപ്പിക്സ് എല്ലാം ഇങ്ങനെ എടുത്ത് പഠിപ്പിച്ച് അതുപോലെ, പക്ഷേ ഏറ്റവും കൂളായിട്ടിരിക്കുന്നത് ബാക്ക് ബെഞ്ചുകാരാണ്. നോട്ട്സ് എഴുതിയാൽ എഴുതി, ഇല്ലെങ്കിൽ ആ മുമ്പിലിരുന്ന് എഴുതിയവരുടെയൊക്കെ പരീക്ഷ എടുക്കാറാവുമ്പം മേടിച്ച് എഴുതാലോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ. പണ്ടൊരു കളിയുണ്ട്, നെയിം പ്ലേസ് ആനിമൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വരച്ചുള്ള കളികൾ. അവിടെ നിന്നുകൊണ്ട് പേപ്പർ ചുരുട്ടി കളിക്കുക. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പം അതൊരു തമാശയാണ്. പക്ഷേ എല്ലാവരും ബാക്ക് ബെഞ്ചിലിരുന്ന മുഴുവൻ പേർക്കും ജോലിയായി, അതുപോലെ തന്നെ അവരെല്ലാം നല്ല നിലയിലായി എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കൂട്ടത്തിലിരുന്നവരെല്ലാവർക്കും ടീച്ചറായി, എൻജിനീയേഴ്സായി, അക്കൗണ്ടൻ്റായി, എല്ലാവരും മിക്കവരും ജോലിയുള്ളവരാണ്. എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. പലപ്പോഴും കുഞ്ഞുങ്ങളെ നോക്കേണ്ടതുകൊണ്ടും ഒക്കെ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നവരുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, ബാക്ക് ബെഞ്ചേഴ്സ് ആണ് ഇപ്പോൾ കൂടുതലും. എൻ്റെ കൂടെ പഠിച്ച ബാച്ചിലായിരുന്നാലും കൂടുതലും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ബാക്ക് ബെഞ്ചേഴ്സാണ്. നിങ്ങൾ ആരെങ്കിലും ബാക്ക് ബെഞ്ച് ഇരുന്ന് പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ളവരുടെ അനുഭവം എന്താണ്? നിങ്ങളിപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കൂടെ ഇരുന്ന് ബെഞ്ചിലിരുന്ന് പഠിച്ചവർക്ക് എല്ലാവർക്കും നല്ല ജോലിയുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് നല്ല പഠിത്തമുണ്ടോ? ജോലിയില്ലെങ്കിലും പഠിത്തം നല്ലതായിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബാക്ക് ബെഞ്ചേഴ്സ് ഒരിക്കലും പഠിക്കാത്തവരാണെന്നാണോ? അല്ലെങ്കിൽ അവരൊരിക്കലും രക്ഷപ്പെടത്തില്ല, അല്ലെങ്കിൽ കൂടുതൽ ലേസി ആൾക്കാരാണ് ബാക്ക് ബെഞ്ചേഴ്സ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ അനുഭവം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. താങ്ക് യു.